കട്ടൽ. വെൽക്കം ടു ജങ്സ്റ്റോക്ക്. അപ്പൊ സൂര്യന്റെ സൂര്യ 44 മൂവിയിലെ ഗ്ലിംസ് വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ സൂര്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് റിലീസ്ഡ് ഓൺ യൂട്യൂബ് അല്ലേ? അതെ, ഇൻസ്റ്റാഗ്രാമിൽ കാർത്തിക് സുബ്രാജ്, ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാർത്തിക് സുബ്രാജിന്റെ തന്നെ ഒഫീഷ്യൽ പേജിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം കാർത്തിക് സുബ്രാജ് സൂര്യൻ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന സമയത്ത് അതൊരു സംഭവം തന്നെയായിരിക്കും. ഇതുവരെ അവർ ഒന്നിച്ചിട്ടില്ല അല്ലേ? അത് മാത്രമേ നമുക്കറിയാം നല്ലൊരു ആക്ടറാണ്. അപ്പൊ നല്ലൊരു ആക്ടറിനെ എങ്ങനെ കാർത്തിക് സുബ്രാജ് യൂസ് ചെയ്യുന്നുള്ളത് സംഭവം തന്നെയായിരിക്കും. കാരണം ഇപ്പൊ റീസെന്റ് നമ്മളെ രജനി സാറിനായിരുന്നു അതിന് മുന്നേ ഉണ്ടായിരുന്ന, പിന്നെ വിക്രം, ചിയാൻ വിക്രം, ഇപ്പൊ ലാസ്റ്റ് ജിഗർദണ്ഡ, അങ്ങനെയൊക്കെ കഴിഞ്ഞു വരുന്നൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ. ആൻഡ് മ്യൂസിക് ബൈ സന്തോഷ് നാരായൺ. അപ്പൊ നമുക്കറിയാം ഒരു ഏകദേശം ഒരു വേറെ ഒരു നാടൻ ടച്ചിലൂടെ ആയിരിക്കും സംഭവം പോകാൻ പോകുന്നത്. ഉണ്ടാവും. അതായത് നാടൻ മീൻസ് മറ്റേ നാടനായിരിക്കില്ല. അത് ഡോൺ എഫക്ട് ആണെങ്കിലും എന്താണെങ്കിലും അതിന്റെ അകത്തൊരു നാടൻ കൊണ്ടുവരാൻ നോക്കും. അത് ബിജിഎമ്മിലൂടെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജയറാമേട്ടനും പിന്നെ ജോജി ജോർജ് ഒക്കെ പടത്തിലുണ്ട്. പൂജ ഹെഗ്ഡെയാണ് ലീഡിൽ വരുന്നത്. നമുക്ക് എന്തായാലും നേരെ ഒരു സൂര്യ 44 ഡേ ഗ്ലിംസ് വീഡിയോ കാണാം. റെഡി? Somewhere in the sea. Royal Estate. Love. A love. BGM എന്നുള്ള ലെറ്റർ എല്ലാം ഉണ്ട്. Waits for whom? The one. വരെയാണ്. ഒരു ക്ലാസി ഇല്ല, ഭയങ്കര ഒരു ജിഗർദണ്ഡ എഫക്റ്റിന്റെ ഒരു മ്യൂസിക് അവിടെ ഇല്ലേ? ക്ലാസി ബീജം. ലുക്ക് എവിടെ കട്ടൽ. പൊളി. റോളക്സിന്റെ വേറൊരു രൂപ പോലെ ഉണ്ടല്ലേ? റോളക്സിന്റെ ഒരു വേർഷൻ പോലെ ഉണ്ട്. എന്താ ബീജിയം? പൊളി. ഈ വിഷ്വല് ഭയങ്കര സ്പെഷ്യൽ ആണ് കാർത്തിക് സുബ്രാജിന്. The one, only one. സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യയുടെ ഒബിയസ്ലി ലുക്ക് തന്നെ എടുത്ത് പറയേണ്ട ആ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ് ആയിരുന്നു അല്ലെ? അതിനകത്ത് ആ ഒരു റെഡ് സംഭവം കൂടി വരുമ്പോ, അതായത് ആ ഒരു ചോര എഫക്റ്റിലാണ് ആൾ ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് ഏകദേശം ഒരു ജിഗർദണ്ഡയുടെ ഒരു വൈബ്. എനിക്ക് മ്യൂസിക് സന്തോഷ് നാരായണനാണ് ജിഗർദണ്ഡ. അതുകൊണ്ടാണ് ആ ഒരു വൈബ് വല്ലാണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു നോളറില്ല, അതിന്റെ ഒരു പ്രേതം ചെറുതായിട്ട് ഭയങ്കര ക്ലാസി സാധനമാണ് എല്ലാം. നമ്മൾ അടിക്കുമ്പില്ലേ കാർത്തിക് സുബ്രാജിന്റെ പടത്തിൽ എപ്പോഴും അങ്ങനെയാണ്. കാരണം കാർത്തിക് സുബ്രാജ് ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ അകത്ത് നായകൻ വരുന്ന സമയത്ത് അത് വേറൊരു സ്പെഷ്യൽ ആയിരിക്കും. ഇപ്പൊ രജനി സാറിനെ പേട്ടയിൽ കാണിച്ചതായാലും അല്ലെങ്കിൽ നമ്മള് മഹാന്റെ അകത്ത് ചിയാൻ വിക്രത്തിനെ കാണിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സ്പെഷ്യൽ എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലെ? ആ ഒരു സാധനം ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല, ഞാൻ വേറെ ഒരു സാധനം ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതല്ല സൂര്യ 44. അപ്പൊ എന്തായാലും അതുണ്ട്. അല്ല, ഞാൻ ഉദ്ദേശിച്ച വേറൊരു സാധനം അതല്ലായിരുന്നു. അത് ഇത് കാണിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഏതോ ഒരു എന്താ പറയാ സംവേർ സീനാണ്. അതായത് എനിക്ക് തോന്നുന്നത് കടലിന് നടുക്കുള്ള ഒരു സ്ഥലം പോലെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോ ഒരു കഥയും കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലമായിരിക്കും. അങ്ങനെയാ ഒരു ലൊക്കേഷൻ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലൊക്കേഷൻ. അതുകൊണ്ട് ശരിക്കും ഒരു റോളക്സിന്റെ ഒരു വേറെ ഒരു രൂപം പോലെ ഉണ്ട് കാണുന്ന സമയത്ത്. അതായത് റോളക്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡും പക്ഷെ സ്റ്റൈലില് ടോട്ടലി ഡിഫറെന്റ്. അതിനകത്ത് വെള്ളയായിരുന്നെങ്കിൽ ഇതിനകത്ത് ബ്ലാക്ക്, പിന്നെ ഇതിനകത്ത് ഫുള്ള് തോക്കൊക്കെ പിടിച്ചിട്ട് അതിനകത്ത് വെട്ടുകത്തിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു ക്യാരക്ടറിനെ ചെറുതായിട്ടൊന്ന് എടുത്തൊരു ഫീൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് അവർ പറഞ്ഞതോ, അതായത് എല്ലാ സാധനങ്ങളും ലവ് ഉണ്ട്, ലഫർ ഉണ്ട്, അതുപോലെ തന്നെ വാർ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ദ വൺ, ആ ഒരു സാധനം ഹാപ്പി ബർത്ത്ഡേ ദ വൺ ഇട്ടത്. അതായത് ശരിക്കും സൂര്യസേന പറയുന്ന പോലെ തന്നെ, അതായത് നടുപ്പിൻ നായകൻ ഒരാളെ ഉള്ളൂ.
അല്ലെ? അപ്പൊ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോ ഇത് 1. ഏകദേശം ഇപ്പൊ ഇതിനകത്ത് ഓരോ സാധനങ്ങളും കിട്ടില്ല, കാരണം അതൊരു ബേർഡ് ചെയ്തിട്ടുണ്ട്, അവർ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഇറക്കിയ സാധനമാണ്. ഇനിയിപ്പൊ അതിന്റെ ടീസർ ഒക്കെ വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ കറക്റ്റ് ആയിട്ട് എങ്ങനത്തെ ഒരു ജോണർ ആണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആക്ഷൻ ഉണ്ട്, ആക്ഷൻ അഡ്വഞ്ചർ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ത്രില്ലർ സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ കാർത്തിക് സുബരാജിന്റെ എലമെന്റ്സും കൂടി ചേർത്തിട്ടായിരിക്കും ചിലപ്പോൾ സിനിമ. അത് സൂര്യണ്ണൻ വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കറിയാം. കാരണം കാർത്തിക് സുബരാജ് പ്ലസ് സൂര്യണ്ണൻ കോംബോ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും കൂടി. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ മോർ അപ്ഡേറ്റ്സ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും.